ഷൊർണൂർ സ്റ്റേഷനും പാലത്തിനും ഇടയിൽ വെച്ച് നിന്നുപോയ കാസർഗോഡ് തിരുവനന്തപുരം വന്ദേ ഭാരത് എക്സ്പ്രസ് ഒടുവിൽ അല്പസമയത്തിനകം തന്നെ പുറപ്പെടുമെന്ന വിവരം വരികയാണ്. അങ്കമാലിയിൽ താൽക്കാലിക സ്റ്റോപ്പ് ഉണ്ടാകുമെന്നും അധികൃതർ അറിയിച്ചു. ബാറ്ററി ചാർജ് തീർന്നതിനെ തുടർന്നാണ് വന്ദേ ഭാരത് കുടുങ്ങിയത്. ആദ്യം ദൃശ്യങ്ങളിലേക്ക്. പ്രസാദ് ഉടുമ്പശ്ശേരിയുണ്ട്. പ്രസാദ്, 1.5 മണിക്കൂറോളമാണ് യാത്രക്കാരെ വലച്ചത്. റെയിൽവേയുടെ ഭാഗത്ത് വലിയ തെറ്റുണ്ട്, വലിയ പിഴവ് സംഭവിച്ചിട്ടുണ്ട്. കാരണം ഈ യാത്ര തുടങ്ങുന്നതിന് മുൻപ് ബാറ്ററിയിൽ ചാർജ് ഉണ്ടോ ഇല്ലയോ എന്നുള്ളൊരു കാര്യം ഉറപ്പാക്കേണ്ടതല്ലേ അധികൃതർ? അവിടെ വീഴ്ച സംഭവിച്ചിട്ടില്ലേ റെയിൽവേക്ക്? ഒപ്പം തന്നെ ഇനി യാത്ര തുടങ്ങുമ്പോൾ പുതിയ ക്രമീകരണങ്ങൾ എങ്ങനെയാണ്? അധിക സ്റ്റോപ്പുകൾ അനുവദിക്കുന്നുണ്ടോ? മറ്റു വിവരങ്ങൾ. ലക്ഷ്മി, ഇത് ഇലക്ട്രിക്കൽ തകരാറാണ്. ബാറ്ററി ചാർജ് തീർന്നു എന്നുള്ളത് സംബന്ധിച്ച് റെയിൽവേ വ്യക്തമാക്കിയിട്ടില്ല. ഈ ഇലക്ട്രിക്കൽ തകരാറ് കൊണ്ടാണ് ഇങ്ങനെ സംഭവിച്ചത് എന്നുള്ളതാണ് റെയിൽവേ വ്യക്തമാക്കുന്നത്. എന്തായാലും 2.5 മണിക്കൂർ നേരമാണ് ഷൊർണൂരിൽ ട്രെയിൻ പിടിച്ചിടേണ്ടി വന്നത്. ഷൊർണൂരിനും വള്ളത്തോൾ നഗറിനും തിരുവനന്തപുരം ഭാഗത്തേക്കാണ്, പാലക്കാട് ഭാഗത്തേക്കല്ല. വള്ളത്തോൾ നഗറിനും ഇടയിലാണ്. ഷൊർണൂർ പാലത്തിന് തൊട്ട് മുമ്പായാണ് ഈ ട്രെയിൻ നിന്നത്. അവിടെ സിംഗിൾ ലൈൻ ആയിരുന്നു. അതുകൊണ്ട് തന്നെ മറ്റ് ട്രെയിനുകൾക്കൊന്നും തന്നെ ഷൊർണൂർ റെയിൽവേ സ്റ്റേഷനിലേക്ക് വരാനോ അതോടൊപ്പം തന്നെ കോഴിക്കോട് ഭാഗത്തു നിന്നുള്ള മറ്റു ട്രെയിനുകൾക്ക് തിരുവനന്തപുരം ഭാഗത്തേക്ക് പോകാനോ കഴിയാത്ത സാഹചര്യമുണ്ടായി. ഇതേ തുടർന്ന് ട്രെയിൻ വന്ദേ ഭാരത് മറ്റൊരു ലോക്കോ ഉപയോഗിച്ചുകൊണ്ട് ഷൊർണൂർ റെയിൽവേ സ്റ്റേഷനിലേക്ക് തന്നെ തിരിച്ചു കൊണ്ടുപോയി. അതിനുശേഷമാണ് മറ്റൊരു ലോക്കോ ഘടിപ്പിച്ച് ഇപ്പോൾ തിരുവനന്തപുരത്തേക്ക് യാത്ര തുടരാനുള്ള നടപടികൾ പുരോഗമിക്കുന്നത്. അല്പസമയത്തിനകം തന്നെ യാത്ര പുനരാരംഭിക്കുമെന്നുള്ളതാണ് റെയിൽവേ അധികൃതർ യാത്രക്കാർക്ക് നൽകിയിട്ടുള്ള അറിയിപ്പ്. അതോടൊപ്പം നേരത്തെ നെടുമ്പാശ്ശേരി വിമാനത്താവളത്തിൽ നിന്നും വിമാനത്തിൽ യാത്ര ചെയ്യേണ്ട യാത്രക്കാരും ഈ വന്ദേ ഭാരതിൽ ഉണ്ടായിരുന്നു. അവരെ സംബന്ധിച്ചിടത്തോളം സമയം വൈകിയത് ആശങ്കയുണ്ടാക്കി. ആ ഒരു സാഹചര്യം പരിഗണിച്ചുകൊണ്ട് അങ്കമാലിയിൽ ഇന്ന് താൽക്കാലിക സ്റ്റോപ്പ് അനുവദിക്കുമെന്നും അറിയിപ്പ് നൽകിയിട്ടുണ്ട്. പ്രസാദ്, ഈ ട്രെയിനിലുണ്ടായിരുന്ന യാത്രക്കാരെല്ലാം ഓക്കെ ആണോ? യാത്രക്കാർക്ക് മറ്റ് പ്രശ്നങ്ങളൊന്നും തന്നെ ഇല്ല. ഈ ട്രെയിൻ ഇത്രയും വൈകിയത് മൂലം പല ആളുകളുടെയും സമയം അനുസരിച്ചുള്ള യാത്രകളാണ്. വിവിധ അവരുടെ യാത്രകൾ, നേരത്തെ പറഞ്ഞ പോലെ വിമാനയാത്ര ഉൾപ്പെടെ ആസൂത്രണം ചെയ്തു വന്ന ആളുകളുണ്ട്. അവരെ സംബന്ധിച്ചിടത്തോളം പ്രശ്നങ്ങൾ ഉണ്ടായി എന്നുള്ളത് യാഥാർത്ഥ്യമാണ്. അതുകൊണ്ടുകൂടിയാണ് അത് പരിഗണിച്ചുകൊണ്ട് ഇപ്പോൾ അങ്കമാലിയിൽ താൽക്കാലിക സ്റ്റോപ്പ് നൽകാം എന്നുള്ളത് അറിയിപ്പ് ഇവർക്ക് കൊടുത്തിട്ടുള്ളത്. പക്ഷേ ഇത്ര നേരം 2.5 മണിക്കൂറോളം സമയം അവർക്ക് കാത്തു നിൽക്കേണ്ടി വന്നു എന്നുള്ളതാണ് യാത്രക്കാരെ ബുദ്ധിമുട്ടിലാക്കിയിട്ടുള്ളത്. എന്തായാലും അല്പസമയത്തിനകം തന്നെ ട്രെയിൻ യാത്ര തുടരും. പ്രസാദ്, ഇപ്പൊ ഈ പൂർണ്ണമായിട്ടും തകരാറൊക്കെ പരിഹരിച്ചു കഴിഞ്ഞല്ലോ അല്ലേ? ഇതിൽ ട്രെയിനിന്റെ തകരാറ് എന്ന് പറയുന്നത് സാങ്കേതിക തകരാറ് പരിഹരിക്കാൻ സമയമെടുക്കും. അതുകൊണ്ടാണ് മറ്റൊരു ലോക്കോ ഘടിപ്പിച്ചതിന് ശേഷമാണ് ഈ വന്ദേ ഭാരത് യാത്ര തുടരുക. താൽക്കാലിക പരിഹാരം മാത്രമേ ആകുന്നുള്ളൂ. അതിന്റെ പൂർണ്ണ പരിഹാരം എന്ന് പറയുന്നത് ഇനി തിരുവനന്തപുരത്ത് ചെന്നതിന് ശേഷം മാത്രമേ പരിഹരിക്കാൻ കഴിയുള്ളൂ. താൽക്കാലിക പ്രതിസന്ധി പരിഹരിക്കാനുള്ള നടപടിയാണ് ഇപ്പോൾ സ്വീകരിച്ചിട്ടുള്ളത്. ഓക്കെ, ശരി പ്രസാദ്. അപ്പോൾ കഴിഞ്ഞ 2.5 മണിക്കൂറായി ഈ വന്ദേ ഭാരത് എക്സ്പ്രസ് സാങ്കേതിക തകരാർ മൂലം കുടുങ്ങിക്കിടക്കുകയായിരുന്നു. ഷൊർണൂർ സ്റ്റേഷനും പാലത്തിനും ഇടയിൽ വെച്ചാണ് നിന്ന് പോയത്. അതിപ്പോൾ സാങ്കേതിക തകരാർ പൂർണ്ണമായും പരിഹരിച്ചിട്ടില്ല. പക്ഷേ മറ്റ് ഒരു മാർഗത്തിലൂടെ ഈ ട്രെയിൻ സർവീസ് പുനരാരംഭിക്കാൻ തന്നെ തീരുമാനിച്ചിട്ടുണ്ട്. തിരുവനന്തപുരത്ത് എത്തിച്ചതിന് ശേഷമാകും ഇതിന്റെ സാങ്കേതിക തകരാർ പരിഹരിക്കപ്പെടുക എന്നാണ് പ്രസാദ് ഉടുമ്പശ്ശേരി പറഞ്ഞത്. ഈ പറഞ്ഞതുപോലെ ഈ വിമാനത്താവളത്തിലേക്ക് അടക്കം പോകേണ്ട യാത്രക്കാർ അവരുടെ സമയക്രമമൊക്കെ മുൻകൂട്ടി നിശ്ചയിച്ച് ആണ് വന്ദേ ഭാരതിലേക്ക് യാത്രയ്ക്കായി എത്തിയത്. അപ്പോഴാണ് അപ്രതീക്ഷിതമായ ഈ ഒരു സാങ്കേതിക പ്രശ്നം വാഹനത്തിന് നേരിടേണ്ടി വന്നത്. അപ്പോൾ ഇവരുടെയൊക്കെ ആവശ്യം പരിഗണിച്ച് അധികമായി
അങ്കമാലിയിൽ കൂടി വാഹനം നിർത്തും, താൽക്കാലിക സ്റ്റോപ്പ് ഉണ്ടാകും എന്നുകൂടി അറിയിച്ചിട്ടുണ്ട്.